നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ മനുഷ്യ എന്നതിന് പകരം എന്താ നിങ്ങൾ അങ്ങനെ എന്ന് ഞാൻ ചോദിക്കും. സോഫ്റ്റ് ആയില്ലെങ്കിലും വേറൊരു യോഗ ചെയ്തില്ലെങ്കിലും എക്സസൈസ് ചെയ്തില്ലെങ്കിലും 101 തവണ സൂര്യ നമസ്കാരം ചെയ്താൽ എല്ലാത്തിൻ്റെയും ഫലം കിട്ടും എന്ന് പറയുന്നത് ശരിയാണ്. എല്ലാം അറിയുന്നവരെന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്നത്? ഒരു 5-6 ആണുങ്ങൾ ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയും റേപ്പ് ചെയ്യാനായിട്ട്. സുന്ദരമായ ചർമ്മം ആരാണ് ആഗ്രഹിക്കാത്തത്? യോഗയിലൂടെ സൗന്ദര്യം കൊണ്ടുവരാൻ സാധിക്കും, എന്നും ചെറുപ്പമായിരിക്കാൻ സാധിക്കും, ആരോഗ്യമുള്ള ശരീരം കിട്ടും, സൗന്ദര്യമുള്ള സ്കിൻ കിട്ടും എന്നൊക്കെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കാൻ പറ്റിയ ഒരാളാണ് ഇന്ന് മുന്നിലുള്ളത്. യോഗാശ്രമത്തിലെ ഡോക്ടർ അഖിലയാണ് എൻ്റെ കൂടെ ഉള്ളത്. ഡോക്ടർക്ക് ചിരി വരുന്നുണ്ട്, പക്ഷെ ഞാൻ പറയട്ടെ. സ്കിൻ ഓക്കെ, നമ്മളെപ്പോഴും നല്ല സ്കിൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. റീസെൻ്റ്ലി ഞാനൊരു ഫംഗ്ഷന് ചെന്ന സമയത്ത് ഒരു 16 വയസ്സുള്ള കുട്ടി, ആ കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചു, സ്കിൻ നന്നാവാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, സ്കിൻ കെയർ റുട്ടീൻ, ഇതിൻ്റെ എല്ലാം കൂടെ ഒരു 20 ഇയേഴ്സിലൊക്കെ ആൻറ്റി ഏജിങ് പ്രോഡക്ട്സ് യൂസ് ചെയ്താൽ മതിയോന്ന്. എൻ്റെ മനസ്സ് കുറേ വർഷം പിന്നിലേക്ക് പോയി. കാരണം എൻ്റെ അമ്മ ചെറുപ്പം തൊട്ട് പറയായിരുന്നു, നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, വർക്കൗട്ട് ചെയ്യുക, ശരീരം ശ്രദ്ധിക്കുക. അമ്മ യോഗ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നും ആ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കും. അപ്പൊ അവിടെ വെച്ചിട്ട് ഞാൻ തുടങ്ങാണ്. ഡോക്ടർ ഈ യോഗ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഫേസ് യോഗയെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഫേസ് യോഗ ചെയ്യുകയാണെങ്കിൽ ഈ ചിൻ കട്ടൊക്കെ വന്ന് മുഖത്തിന് ആ ഒരു ലുക്കൊക്കെ കിട്ടും. ഡെഫിനറ്റ്ലി. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ, ഇപ്പം ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ ബൈസെപ്സ് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു വെയിറ്റ് എടുത്ത് ആ മസിലിനെ ഓർമ്മപ്പെടുത്തുമ്പോഴല്ലേ അതിന്റെ ബൾക്ക് ഇൻക്രീസ് ചെയ്യുന്നത്, അല്ലേ? അല്ലെങ്കിൽ ആ ബൈസെപ്സ് അങ്ങനെ തന്നെ ഇരിക്കാറല്ലേ ഉള്ളൂ. നമ്മൾ എന്ത് കാര്യത്തിനെയും അതിനെ ഒന്ന് പോക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് അത് അവിടെ ഉണ്ടെന്നും, ഈ പറഞ്ഞ പോലെ മസിൽ മെമ്മറി എന്ന് പറയുന്ന ഒരു സംഭവമാണല്ലോ അവിടെ ആക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഈച്ച് ആൻഡ് എവറി സെൽസ് ആക്ടിവേറ്റ് ആവുന്ന ഒരു സംഭവമാണ് യോഗ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ എലാസ്റ്റിസിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പർട്ടിക്കുലർ എക്സസൈസ് ഫോമാണ് യോഗ. ഇപ്പൊ നമ്മൾ അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഫേസിന്റെ കാര്യത്തിൽ, ഫേസ് എന്ന് പറയണതല്ലല്ലോ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ യങ് ആൻഡ് യൂത്ത് എന്ന് പറയുമ്പോൾ ഒരു ആന്റി ഏജിങ് എന്ന് ആ കുട്ടി ചോദിക്കുന്നത് നമ്മുടെ മുഖം മാത്രമല്ലല്ലോ, ശരീരം മുഴുവൻ ശോഷിച്ചിട്ട് മുഖം മാത്രം നന്നായതുകൊണ്ടും കാര്യമില്ല. അപ്പൊ നമ്മൾക്ക് അമ്മ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ പഴമക്കാർ പറയുന്ന എല്ലാം ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറച്ച് പുറത്ത് കുറേ ലേപനങ്ങൾ ഇട്ടിട്ട് നമ്മളുടെ സ്കിന്ന് ചുളിയുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ ഉള്ളിലുള്ള എന്തോ കാര്യം അതിൻ്റെ അബ്സോർഷൻ നന്നായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഏറ്റവും കൂടുതൽ കാണുന്ന ഫംഗസിന്റെ ഇൻഫെക്ഷൻ, അതായത് സ്ത്രീകളിൽ വരുന്ന പൂപ്പലിന്റെ ബാധ, അത് അവർക്ക് സ്കിൻ പിഗ്മെന്റേഷന് കാരണമാവാറുണ്ട്. ഓക്കെ, അപ്പോൾ പലപ്പോഴും ആൾക്കാർ അതിന് വേണ്ടിയിട്ടുള്ള സ്കിൻ പിഗ്മെന്റേഷൻ അവർക്ക് ഡയബറ്റിസ് ആണെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ കഴുത്തിന്റെ കറുപ്പ്, അല്ലെങ്കിൽ മുഖത്തിന് മൊത്തം നമ്മൾക്ക് ചില പെൺകുട്ടികളിൽ, ഇപ്പൊ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞതുകൊണ്ട് ടീനേജിലുള്ള കുട്ടികൾക്ക് അവർ ഡയബറ്റിക് അല്ല, പക്ഷെ അപ്പോഴും അവർ പറയുന്ന ഈ കുട്ടിക്ക് കഴിഞ്ഞ വർഷത്തെക്കാളും കളർ കുറഞ്ഞ് ഓരോ വർഷം ചെല്ലുന്നതോറും കളർ കുറഞ്ഞു വരുന്നുണ്ട്, ഒരു കാർമേഘം മൂടിയ പോലെ ആയിരിക്കും അവരുടെ മുഖം ഇരിക്കുന്നത്. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ അവർക്കൊരു നല്ല രീതിയിലുള്ള ഡീവേമിങ്, വിരയിളക്കുക ചെയ്ത് അവരുടെ ശരീരത്തിലേക്ക് മഞ്ഞള് അങ്ങനെയുള്ള ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല എന്താ പറയുക സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വൈറ്റമിൻ സി പോലത്തെ ഉള്ള ഫുഡുകൾ കൊടുക്കുമ്പോഴും ഈ കുട്ടികൾ വീണ്ടും നല്ല ബ്രൈറ്റ് ആയിട്ട് വരുന്നു. അപ്പോൾ എപ്പോഴും വയറാണ്, ന്യൂട്രിയൻസ് ആണ് സ്കിന്നിന്റെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. രണ്ടെന്ന് പറഞ്ഞാൽ എലിമിനേഷൻ. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് 4 ദ്വാരങ്ങളാണ് ശരീരത്തിൽ എന്ന് പറയുന്നത്. ഒന്ന് മലമൂത്രം, മൂന്നാമത് വരുന്നത് സ്കിന്ന്, നാലാമത് വരുന്നത് ലങ്സ്. ഒരു മലിനമായ ഒരു ഡ്രെയിനേജ്, അവിടെ ഒരു സംഭവം ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അത് വേറൊരു വഴി സ്വീകരിക്കാൻ നോക്കും, അതായത് വേറൊരു പാത്ത് നോക്കും. അപ്പൊ അത് രണ്ടാമത് സ്വീകരിക്കുന്ന വഴി എന്തായിരിക്കും? ഡെഫിനറ്റ്ലി സ്കിൻ ആയിരിക്കും. ഒരു കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഒരാൾക്ക് വയറ് ശരിയല്ല എന്ന് പറയുമ്പോൾ മിക്കവർക്കും കാണുന്ന ഒരു സംഭവമാണ് അവരുടെ നെറ്റിയിലൊക്കെ ഒരു കുരു വരും, അല്ലെങ്കിൽ നാക്കിലൊരു കുരു വരും. അപ്പൊ നമ്മൾ പറയും വൈറ്റമിൻ ബി കോംപ്ലക്സ് കഴിക്കുക, വയറ് ശരിയല്ല എന്നൊക്കെ പറയാറില്ലേ, മൗത്ത് അൾസർ. അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ ചോദിക്കണം നിങ്ങളുടെ മലശോധന എങ്ങനെയാന്ന് പറയുമ്പോൾ അവർ പറയും ശരിയാണ്, പ്രശ്നമാണ് എന്ന് പറയും. അവരതിനെ കറക്റ്റ് ചെയ്യാതെ സ്കിന്നിന്റെ മുകളിൽ കൊണ്ട് കുറെ ക്രീം വരട്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അവരെന്താണ് നോക്കേണ്ട? ഗട്ട് ഹെൽത്ത് ആണ്, അല്ലെങ്കിൽ എലിമിനേഷൻ നമ്മൾ കറക്റ്റ് ആയിട്ടാണോ
അതൊരു കാര്യം. അമ്മ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എക്സസൈസ് എന്ന് പറയുന്നത്. അതായത് സ്കിൻ പെർസ്പിറേഷൻ നടക്കണമെങ്കിൽ, അതായത് അതിന്റെ ഉള്ളിലുള്ള ടോക്സിനെ റിലീസ് ചെയ്യാനാണല്ലോ നമ്മുടെ സ്കിന്ന് ശ്വസിക്കുന്നത്. ആ വേർപ്പ് അവിടെ തളം കെട്ടിക്കിടക്കുകയും അല്ലെങ്കിൽ വേർക്കുന്നേ ഇല്ല എന്ന് പറയുന്നതും എലിമിനേഷൻ പ്രോബ്ലം നമ്പർ 2 ആണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങള്, എക്സസൈസും അതുപോലെ തന്നെ എലിമിനേഷനും കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ സ്കിൻ വിൽ ഗ്ലോ ലൈക്ക് എനിത്തിങ്. ഓക്കെ, നല്ല പ്രഭയുള്ള ഒരു മുഖമായി മാറും. 3, നമ്മൾ അതിന്റെ അഡീഷണലി നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള വൈറ്റമിൻ സി, അതുപോലെ തന്നെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള, ഇനി വരുന്നത് എൻ്റെ ഇതിനകത്തേക്ക് ഞാനൊരു ഫേസ് യോഗയുടെ ഒരു ഇതാണ് ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോ. അതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച്, എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുക വെച്ചാൽ ആ ഫേസ് യോഗ കഴിഞ്ഞിട്ട് ഒരു മെയിൽ എനിക്ക് മെസ്സേജ് അയച്ചു. എൻ്റെ യോഗാശ്രമിൽ എന്നെ നേരിട്ട് വന്ന് കണ്ടിട്ട് പറഞ്ഞു, ശരിക്കും എൻ്റെ ഫേസ് തന്നെ കംപ്ലീറ്റ്ലി മാറിയതിന് ഒരു കാരണം ഡോക്ടറാണ് എന്ന് പറഞ്ഞു. കാരണം ആളുടെ മുഖത്തിനുള്ളൊരു ഷേപ്പിന്റെ വ്യത്യാസത്തിൽ ആളൊരു സർജറിക്ക് വിധേയനായിരിക്കുമായിരുന്നു. അപ്പൊ ഫേസ് യോഗ ചെയ്ത് ആൾ ആ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് അതിനുള്ള നല്ല വ്യത്യാസം വന്നു. അതിന്റെ ടെസ്റ്റിമോണിയിൽ നമ്മുടെ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. എൻ്റെ ഗൂഗിൾ റിവ്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ അതെനിക്ക്, ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു കാരണം എന്ന് പറഞ്ഞിട്ട് ചെയ്തതല്ല. ഫേസ് യോഗ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് അതിനകത്ത് തിരുത്തേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവരും ഫേസ് മസാജും ഇത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ അവിടെ എക്സസൈസ് കൂടി ചെയ്യണം. അതായത് നമ്മൾ ഫേഷ്യൽ എക്സസൈസ്, നെക്ക് എക്സസൈസും ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്ക് എക്സസൈസ് നമ്മളുടെ പോസ്റ്ററിനെ കറക്റ്റ് ചെയ്യും. അതായത് ഡബിൾ ചിൻ, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ജോ ലൈൻ ക്ലിയർ ആവണമെന്ന്. അപ്പൊ നമ്മളുടെ ഇത് നമ്മുടെ കഴുത്തിന്റെ പ്രശ്നം കൊണ്ട് നമ്മളിങ്ങനെ സ്ലൗച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ഇതാണെങ്കിൽ ഇവിടുത്തെ ഡബിൾ ചിൻ വരും. അതുപോലെ തന്നെ ഈ പർട്ടിക്കുലർ ഈ മസില് ഭയങ്കര ടൈറ്റ് ആണെങ്കിൽ അത് നമ്മുടെ ജോ ലൈനിനെ അഫക്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ IT ഫീൽഡിലുള്ളവർക്ക് ഇവിടെ ഡബിൾ ചിൻ കൂടുതലാണ്. കാരണം അവർ എപ്പോഴും സ്ലൗച്ചിങ് ആ ഒരു പൊസിഷൻ അവര് വർക്കൗട്ട് ചെയ്യാത്തവര്, ഒരു എക്സസൈസും ഇല്ല, അല്ലെങ്കിൽ അവരത് കോമ്പൻസേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഷോൾഡർ, നെക്കിന്റെ മസിൽ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. അപ്പൊ അവരുടെ മൊത്തത്തിൽ ഒരു പ്രശ്നം ഈ മസിൽസിനും ഇവിടെ സാഗിങ് വരാനുള്ള സാധ്യതയും കൂടുതലുണ്ട്. ഡോക്ടർ, ഫേസ് യോഗ ചെയ്യുകയാണെങ്കിൽ എത്ര നാളുകൊണ്ട് റിസൾട്ട് കിട്ടും? എൻ്റെ മുഖം എത്ര നാളുകൊണ്ട് ഇങ്ങനെ കട്ടായി വരും? ജോലൈൻ കിട്ടാനായിട്ട് ശരിക്കും പറഞ്ഞാൽ 1 മാസം കൊണ്ട് ചെയ്താൽ തന്നെ നമുക്കത് നല്ല രീതിയിൽ കാണും. പക്ഷെ ഞാൻ വീണ്ടും പറയുവാണ്, സ്ട്രെങ്തനിങ് എക്സസൈസും അതിന്റെ കൂടെ തന്നെ ചെയ്യണം. മസാജും പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ആക്ഷൻസും, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, സ്ട്രെങ്തനിങ് എക്സസൈസ്, മൂവ്മെന്റ്സ്, പിന്നെ മസാജ്, ഈ 3 കാര്യങ്ങളും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് നല്ല റിസൾട്ട് കിട്ടും. ഇപ്പം യോഗ വർക്കൗട്ട്, ഓക്കെ, പലരും യോഗ ഒരു വർക്കൗട്ട് മാത്രമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ പണ്ട് തൊട്ട് ഈ യോഗയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ മനസ്സിനുള്ളില് യോഗ വേറെ വർക്കൗട്ട് വേറെ എന്നുള്ളതാണ്. അപ്പം ആസ് എൻ എക്സ്പേർട്ട് ഞാൻ ചോദിക്കുകയാണ്, വർക്കൗട്ട് ചെയ്യുന്ന ഒരാള് എന്തിന് യോഗ ചെയ്യണം? ഗുഡ് ക്വസ്റ്റ്യൻ. അതായത് യോഗ തീർത്തും വേറെ തന്നെ ഒരു കാറ്റഗറിയാണ്. വർക്കൗട്ട് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു സ്ട്രെങ്ത്തും അതുപോലെ തന്നെ കാർഡിയോ ഇതെല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ നല്ല വർക്കൗട്ട് ചെയ്യണം. യോഗ ഇസ് ആക്ച്വലി ഫോർ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ശരി തന്നെയാണ്. പക്ഷെ എല്ലാ ഭാഗത്തേക്കുള്ള ഇന്റേണൽ ഓർഗൻസിനേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ആണ് അവിടെ. കാരണം നമുക്ക് എല്ലാ പാർട്സിനും, ഈച്ച് ആൻഡ് എവറി പാർട്സിന് നമ്മളവിടെ മൂവ് ചെയ്യുകയും ട്വിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിലിറ്റിയോടൊപ്പം തന്നെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങൾക്കാണ് അവിടെ രക്തചംക്രമണം കിട്ടുന്നതും. സോ ആക്ച്വലി ഇറ്റ് ഈസ് ഹെൽത്തിയാണ്. നമുക്ക് ഹെൽത്തിനെയാണ് അവിടെ പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് ഹഠയോഗ ഇസ് ആക്ച്വലി വെരി ഗുഡ് ഫോർ വെൽനെസ് ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ വർക്കൗട്ട് മാത്രം ചെയ്തത് കൊണ്ട് കാര്യമില്ല. വർക്കൗട്ടും യോഗയും കൂടി ബ്ലെൻഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റിയും അതുപോലെ തന്നെ ഹെൽത്തും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഈ യോഗ ചെയ്യുകയാണെങ്കിൽ ബോഡി ഭയങ്കരമായിട്ട് ടോൺഡ് ആവും എന്ന് പറയുന്നത് ശരിയാണോ? ടോണിങ്ങിനേക്കാൾ ഉപരി, ഫോർ എക്സാമ്പിൾ, അത് ഏത് ടൈപ്പ് യോഗ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ്, അതായത് കുറച്ച് യങ്സ്റ്റേഴ്സിനൊക്കെ നമ്മൾ കൂടുതലും കയ്യിലേക്കുള്ള ഭാരം കൊടുക്കുന്ന രീതിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള, ഇപ്പൊ നമ്മുടെ ബൈസെപ്സും ട്രൈസെപ്സും ഒക്കെ നല്ലപോലെ സ്ട്രോങ് ആവും. ഇപ്പൊ ഞാൻ ജിമ്മ് ആഴ്ചയിൽ 2 ദിവസം ചെയ്യുന്ന ആളാണ്. അപ്പൊ എൻ്റെ അടുത്ത് ഞാൻ ആ ജിമ്മിൽ ചെന്നപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു നല്ല ട്രൈസെപ്സ് ആണല്ലോ. അപ്പൊ ഞാൻ ഇന്നേ വരെ എൻ്റെ 15 വർഷം ഞാൻ കുവൈറ്റിൽ ഉണ്ടായിരുന്ന സമയത്തൊന്നും ഞാൻ വേറെ ഒരു രീതിയിലുള്ള ജിം വർക്കൗട്ട് ഒന്നും ചെയ്യാതെ തന്നെയാണ് ആ ട്രൈസെപ്സ് എനിക്ക് അവിടെ ആ കട്ട് വരുന്നത്. അത് ഞാൻ എൻ്റെ ഹാൻഡ് സ്റ്റാൻഡും ഹെഡ് സ്റ്റാൻഡ് പ്രാക്ടീസ് കൊണ്ട് കിട്ടിയ കാര്യമാണ്. അപ്പൊ അവിടെ ടോണിങ് ഇസ് ആക്ച്വലി
കിട്ടുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഹാൻഡ് സ്റ്റാൻഡ് ഹെഡ് സ്റ്റാൻഡ് കിട്ടണമെന്നില്ലല്ലോ. ഇപ്പൊ സൂര്യ നമസ്കാരം പോലത്തെ വളരെ ലൈറ്റായിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെ സ്ട്രെച്ചസ് ആണെങ്കിൽ ആ ഒരു ഏത് ടൈപ്പ് ഓഫ് യോഗ ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇന്റൻസിറ്റി അനുസരിച്ചിരിക്കും ആ ഒരു ടോണിംഗ് എന്ന് പറയുന്നത്. ഈ ഹെഡ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ സമയത്ത് എന്റെ മനസ്സിലേക്ക് അനുഷ്ക ശർമ്മ കടന്നു വന്നത് കൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇപ്പൊ എന്റെ ഹസ്ബൻഡിനൊക്കെ പറ്റും കൈ ഇങ്ങനെ തല വെച്ചിട്ട് ഭിത്തിയിലൊക്കെ തന്നെ ഭിത്തിയിലൊക്കെ അങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് എന്തപ്പോ പുള്ളി പറയും BP നോർമൽ ആവാൻ വേണ്ടിയിട്ട് ഹെഡ് സ്റ്റാൻഡ് നല്ലതാണെന്നൊക്കെ. പക്ഷെ അനുഷ്ക ശർമ്മ അത് ചെയ്തപ്പോൾ ഷി വാസ് പ്രഗ്നന്റ്. അപ്പൊ ഈ ഹെഡ് സ്റ്റാൻഡിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട്. ഈ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ BP കുറയുമോ? 2 ഗർഭിണികൾക്ക് അങ്ങനെ ചെയ്യാം. ഗർഭിണികൾ ഞാൻ അത് ടോട്ടലി അഗെയിൻസ്റ്റ് ആണ്. അതിനകത്ത് ആസ് എ ഡോക്ടർ ഞാൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം അത്രയുള്ള ഒരു അഭ്യാസത്തിന്റെ ആവശ്യം ആ സമയത്ത് ഇല്ല. പക്ഷെ എൻ്റെ ഇതിനകത്ത് എതിര് പറയുന്നവരുണ്ടാവാം. പക്ഷെ ഞാൻ പറയുവാണെങ്കിൽ നമ്മൾക്ക് ഫോർ എക്സാമ്പിൾ മെൻസ്ട്രൽ സൈക്കിളിൽ നമ്മൾ നേരെ റിവേഴ്സ് ചെയ്ത് നിൽക്കരുതെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഗർഭാവസ്ഥയിൽ നമ്മൾ എന്തിനാണ് അതിനെ അപ്സൈഡ് ഡൗൺ ചെയ്യുന്നത്? അതിന്റെ ആവശ്യമില്ല. നമ്മൾ നോർമൽ ഗതിയിൽ ആ ഒരു ഹ്യൂമൻ ബോഡി എങ്ങനെയാണോ ഇരിക്കുന്ന ആ രീതിയിലുള്ള അതിന്റെ പ്ലെയിൻസിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്യാതിരിക്കുക. അതിനെ കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്ത് അപ്സൈഡ് ഡൗൺ ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല. അതേപോലെ തന്നെ രണ്ടാമത് ചോദിച്ചത് BP റെഗുലേഷൻ. ശരിക്കും പറഞ്ഞാൽ BPയുടെ ഇതിനകത്തൊരു ഹെഡ് സ്റ്റാൻഡ് പോലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് വളരെ ഫിറ്റ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. അതായത് അവർക്ക് വേറെ നെക്ക് ഇഷ്യൂസ് ഇല്ല, അതുപോലെ തന്നെ സ്പൈൻ ഡിസോർഡേഴ്സ് ഇല്ലെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നെക്ക് ഇഷ്യൂസ് ഉള്ളവർക്ക് അത് അഗ്രവേറ്റ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അത് കൂടാനുള്ള സാധ്യത ശരിക്കും പറഞ്ഞാൽ ഹെഡ് സ്റ്റാൻഡ് പോലെയുള്ള പ്രാക്ടീസസിനുണ്ട്. നമുക്ക് BP റെഗുലേറ്റ് ചെയ്യാൻ അല്ലാതെയുള്ള ടോപ്സി ടെർവി എന്ന് പറയുന്നത് നമ്മൾ സർവാംഗാസന പോലത്തെയുള്ള ലൈറ്റ് ആയിട്ടുള്ള, അതായത് ഒരു ചലഞ്ചിങ് അല്ലാത്ത സംഭവങ്ങൾ വേറെ ഉണ്ട്. അപ്പൊ അത് ചെയ്താലും മതി. എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെ തല കുത്തിയൊക്കെ നിൽക്കണം എന്നൊക്കെ. പക്ഷെ വാൾ സപ്പോർട്ടിൽ നമുക്ക് ചെയ്യാലോ. പറ്റുന്നില്ല. നെക്കിന് പ്രശ്നമില്ലെങ്കിലും അതിലോട്ട് എത്തിയിട്ടില്ല. ഇനി യോഗ, ഇപ്പം ഞാൻ 4ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് യോഗ ചെയ്തു തുടങ്ങിയത്. കണ്ടിന്യൂ ചെയ്തു. 9ാം ക്ലാസ്സിൽ യോഗ ചെയ്തു. 10ാം ക്ലാസ് ആയപ്പോൾ ശവാസനമായി അത് മാറി. ശവാസനത്തിൽ എത്തിയത് നിന്നിട്ട് പിന്നെ ഞാൻ വേറൊരു ആസനത്തിലേക്ക് പോയിട്ടില്ല, സാധിച്ചിട്ടില്ല. അപ്പൊ യോഗ ചെയ്ത് തുടങ്ങാനുള്ള ഏറ്റവും ചെറിയ പ്രായം എന്താണ്? അത് നല്ല പ്രായം തന്നെയാണ്. ഇപ്പൊ ആ പറഞ്ഞിരിക്കുന്ന 3ാം ക്ലാസ് 4ാം ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു പ്രായം. ഈവൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ഒരു നമ്മളുടെ കാലഘട്ടത്തിലെ പോലെ ഒരു പൊട്ടത്തരം ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇല്ല. അതായത് ഇപ്പോഴേ തന്നെ എല്ലാം പഠിച്ച് ബിരുദം എടുത്ത് വരുന്ന പിള്ളേരാണ്, എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് യോഗയിൽ ഏറ്റവും പ്രധാനം എന്താ, പറഞ്ഞാൽ മനസ്സിലാവുക എന്നുള്ളതാണ്. അതായത് അവർക്ക് കൈ കാല് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വയ്ക്കുന്ന പൊസിഷൻസും ഒക്കെ അറിയാമോ, അല്ലെങ്കിൽ അവരോട് ഒത്തിരി ഓവറായിട്ട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ഒരു ബോധമാണ് നമ്മൾ അതുകൊണ്ട് ഒരു കാര്യം. പിന്നെ അവരുടെ എല്ലാ അവയവങ്ങളും വളർന്നു വരാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ പൂർണ്ണത എത്തണം എന്ന് പറയുമല്ലോ. അതായത് അവരുടെ ഒരു ഗ്രോത്തിലേക്ക് അവരെത്തണം. അപ്പൊ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഒരു 2nd സ്റ്റാൻഡേർഡ് തൊട്ടുള്ള ആ ഒരു പ്രായം നമുക്ക് കുറച്ചും കൂടി സേഫ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രായം 4th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു വിവരം ആയിട്ടുണ്ട്. അതാണ് ഏറ്റവും ബെസ്റ്റ്. അതുപോലെ യോഗ ചെയ്തിട്ടുണ്ടെങ്കിൽ ബോഡി ടോൺഡ് ആവും എന്ന് പറയുന്ന പോലെ തന്നെ പറയുന്നൊരു കാര്യമാണ്. യോഗ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ട്രെങ്ത് കിട്ടും ബോഡിക്ക്, അതായത് ഫേം ആവും. കാരണം ഇപ്പൊ ഒത്തിരി പേരുടെയും പ്രശ്നം, നമ്മൾ കൂടുതൽ അറിവ് വരുന്തോറും നമുക്ക് മനസ്സിലാവും പ്രായമാവുന്നതോറും ഏറ്റവും വേണ്ടത് ഫേംനെസ് ആണെന്നുള്ളത്. അപ്പം യോഗ ചെയ്തിട്ടുണ്ടെങ്കിൽ ബോഡിക്ക് ഫേംനെസ് കിട്ടും. അത് ആക്ച്വലി അതിൻ്റെ ഒരു പലരും ഇങ്ങനെ ചെയ്യാം, ഞാൻ ഫ്ലെക്സിബിൾ അല്ല അതുകൊണ്ട് ഞാൻ യോഗ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, യോഗ ചെയ്തിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, അല്ലാതെ എല്ലാം അറിയുന്നവരെന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്നേ? അവർക്കെല്ലാം നമ്മൾക്ക് ഒരു കാര്യം അറിയില്ലാതെ വരുമ്പോഴല്ലേ നമ്മളൊരു ഗുരുവിന്റെ അടുത്തേക്ക് പോകുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഈസ് ദ എൻഡ് റിസൾട്ട് ഓഫ് യോഗ. അത് യോഗ ചെയ്തതിലൂടെ വരുന്ന ഒരു സാധനമാണ്. എന്ന് പറഞ്ഞ പോലെ ഈ ഫേംനെസ്സും ഇതെല്ലാം, ഈ ദൃഢതയും ഉറപ്പും എല്ലാം വരുന്നത് ശരിക്കും പറഞ്ഞാൽ വിത്ത് പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ് ആണ്. അത് ഒരു എൻഡ് റിസൾട്ട് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഫേംനെസ് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഡോക്ടർ, നമ്മൾ ഫേംനെസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ എൻ്റെ മനസ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ കുഞ്ഞൊക്കെ ഉണ്ടായി കഴിയുമ്പോഴാണല്ലോ നമ്മുടെ വയറ് പ്രശ്നം വരുന്നത്. അതെന്റെ അമ്മ പറഞ്ഞത്, മോളെ നീ ഒരു റബ്ബർ ബാൻഡ് വലിച്ചു വിടുന്ന ആലോചിക്കുക, നന്നായിട്ട് വലിച്ചിട്ട് തിരിഞ്ഞു വരുമ്പോഴത്തേനും ഒരു 2-3 തവണയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് അത് പിന്നെ ഭയങ്കര ലൂസാണ്. അതുപോലെ ഇപ്പൊ നമ്മൾ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് ആ വയറിന് വേണ്ടി നമ്മൾ എത്ര വർക്കൗട്ട് ചെയ്താലും അവസാനം ഒരു ഇച്ചിരി സാഗിങ് വയറും ഒരു രക്ഷയില്ല. യോഗ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടുള്ള ഒരു സാഗിങ് വയറിനെ ഉറപ്പിക്കാൻ സാധിക്കും.
അത് ഫോർ എക്സാമ്പിൾ എനിക്ക് എൻ്റെ എക്സാമ്പിൾ പറയാമല്ലോ. ഞാൻ യൂഷ്വലി ലേഡീസിന് പ്രഗ്നൻസിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഒത്തിരി സമയം കഴിഞ്ഞിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ദ ഏർലിയർ നിങ്ങൾ തുടങ്ങുവാണെങ്കിൽ അത്രയും ബെസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ സി സെക്ഷൻ ഒക്കെ ആണെങ്കിൽ മാത്രം ഒരു 3 മാസം റെസ്റ്റ് കൊടുക്കുക. മറ്റേത് തന്നെ ഞാൻ 1 മാസം കഴിഞ്ഞിട്ട് സി സെക്ഷൻ ആണെങ്കിലും ഞാൻ 1.5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചെയ്തു തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പെട്ടെന്ന് അതിനകത്തേക്ക് ഫോർ എക്സാമ്പിൾ ഡയാസ്റ്റൈസിസ് റെക്ടൈ എന്ന് പറയുന്ന, അതായത് സ്പ്ലിറ്റ് ആയി പോയി കഴിഞ്ഞാൽ നിത്യഗർഭിണിയാവുന്ന ചില ലേഡീസിനെ കണ്ടിട്ടുണ്ട്. അവരെപ്പോഴും വയറാണ്. അവരുടെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ആ എക്സസൈസ് ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തത് കൊണ്ട് ആ മസിൽസിന്റെ റീഗെയിൻ എന്താ പറയുക, അവര് അതിന്റെ പൂർവ്വ അവസ്ഥയിലേക്ക് വരാനായിട്ട് കാലങ്ങളോട് എത്ര കാലം കഴിയുന്നോ അത്രയും പാടായിരിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ ഒരു പ്രസവം കഴിഞ്ഞിട്ട് ഞാനിപ്പോ എന്റെ കാര്യം ചലഞ്ചായിട്ട് എടുക്കേണ്ട, ഒരു 3 മാസം കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് ആ എലാസ്റ്റിസിറ്റി നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. പ്ലസ് നമ്മൾ ഡയറ്റും കൂടെ നോക്കണം. അതിൻ്റെ കൂടെ കാപ്സ് കുറേ അടിച്ച് കയറ്റിയിട്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞ ഉടനെ പോയിട്ട് ചിക്കൻ ബിരിയാണി കഴിക്കണമെന്ന് വിചാരിക്കരുത്. അപ്പം അതുകൊണ്ട് കുറച്ച് നമ്മൾ ലോവർ ഡൗൺ, അതായത് നമ്മൾ ഫ്ലോർ എക്സസൈസ് ചെയ്തിട്ട് ഇപ്പൊ കാണുന്നവർക്ക് ഒരു ടിപ്പായിട്ട് നമ്മൾ ലെഗ് എക്സസൈസ് 90 ഡിഗ്രി ആ ഡിഗ്രി ഇത് ചെയ്യുന്നത് ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ്. നമുക്ക് 1 മാസം കൊണ്ട് തന്നെ അതിന്റെ വ്യത്യാസം. സ്ക്വാട്സിനെക്കാളും എനിക്ക് തോന്നുന്നു ലൈങ് ഡൗൺ ഓൺ ദ ഫ്ലോർ എക്സസൈസ് കമിഴ്ന്നും മലന്ന് കിടന്നിട്ടുള്ളതാണ് ലേഡീസിന് ഏറ്റവും നല്ലതായിട്ടുള്ളത്. ഇപ്പം പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഏത് സമയം വരെ യോഗ ചെയ്യാം? പ്രഗ്നൻസി, അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്ന ആൾക്കാരിൽ 3-ാമത്തെ മാസം തൊട്ടേ നമ്മൾ യോഗ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കാരണം ആദ്യം എന്ന് പറയുന്നത് കുഞ്ഞ് ഈ ഫീറ്റസ് അതിൻ്റെ ഉള്ളിൽ ഫിക്സേഷൻ ടൈമാണ്. ആ സമയത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പല രീതിയിലുള്ള അബോർഷൻ ടെൻഡൻസി ഒക്കെ വരാനുള്ള സാധ്യതയാണ്. എപ്പോഴും 3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ 4-ാം മാസം തൊട്ട് ഏകദേശം 9-ാം മാസം നമുക്ക് പോകുന്ന വരെ നമ്മൾ കുവൈറ്റിൽ റോയൽ ഹൈറ്റ് ഹോസ്പിറ്റലിലെ പ്രഗ്നൻസി യോഗ തെറാപ്പിസ്റ്റ് ആയിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ലാസ്റ്റ് അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ അവിടെ എത്തുമ്പോൾ ആ ഹോസ്പിറ്റലിൽ ബോൾ ഉണ്ടായിരുന്നു, യോഗ ബോൾ. അപ്പൊ ആ എക്സസൈസും കൂടെ കഴിഞ്ഞിട്ടാണ് ബ്രത്ത് വർക്കും ചെയ്യിപ്പിച്ചുകൊണ്ടാണ് അവര് ഡെലിവറിയിലേക്ക് ആൾക്കാരെ കയറ്റുന്നത്. ലാസ്റ്റത്തെ സമയം വരെ ചെയ്യാം. ഗർഭിണികൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു 3 യോഗ പോസസ് അല്ലെങ്കിൽ അത് ഏതൊക്കെയായിരിക്കും? ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ വാൾ മൗണ്ടിങ് എക്സസൈസ് എന്ന് പറയും. അതായത് അവര് വാളുമായിട്ട് പിടിച്ചിട്ട് 7 പോസ് എന്ന് പറയും. പിന്നെ അവര് കിടന്നുകൊണ്ട് അവര് നമ്മളുടെ ബാക്ക് പെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് സേതുബന്ധാസന അല്ലെങ്കിൽ ബ്രിഡ്ജ് പോസ്, അത് കിടക്കെ തന്നെ കിടന്നിട്ട് അവർക്ക് ചെയ്യാം. അതേപോലെ തന്നെ എപ്പോഴും അവർ ചെയ്യേണ്ട ബാലൻസിങ് പോസ്, അതായത് എവിടെയെങ്കിലും പിടിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാലൻസ് പോസ് ചെയ്യുന്നത് ഈ കുഞ്ഞിന് നല്ലതാണ്. കാരണം ആ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും അമ്മ ബാലൻസ്ഡ് ആവുന്നത് കുഞ്ഞിനും വളരെ നല്ലതാണ്. പിന്നെ ഏറ്റവും ഞാനിപ്പോ 4-ാമത്തത് പറയുവാണ്, 4 ലെഗ് പൊസിഷൻ എന്ന് പറയും. ആ പൊസിഷനിൽ എന്താന്ന് വെച്ചാൽ കുഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ കുഞ്ഞിന്റെ ഒരു വിചാരം എന്ന് വെച്ചാൽ അമ്മ കുഞ്ഞുമായിട്ടുള്ള ഒരു സമ്പർക്കം അവിടെ കുറച്ചും കൂടെ കണക്ട് ആവാനും കുഞ്ഞ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു പൊസിഷനാണ് ഈ 4 ലെഗ് പൊസിഷൻ. ആ പൊസിഷനിൽ ചുമ്മാ അമ്മ നിന്നിട്ട് ഇങ്ങനെ കഴുത്ത് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് തന്നാൽ മാത്രം മതി. ഇപ്പൊ പേടിയായിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു പൊസിഷൻ മാത്രം ചെയ്താൽ ബാക്ക് പെയിനും മാറും, കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമായിരിക്കും. ഡോക്ടർ, പോസ്റ്റ് പാർട്ടം നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. ഡോക്ടർ നേരത്തെ പറഞ്ഞു ഡയറ്റ് ചെയ്യണം, നമ്മൾ യോഗ ചെയ്യണം, 1-ാം മാസം ഡോക്ടർ തുടങ്ങിയെന്നൊക്കെ. ഇപ്പൊ ആദ്യമായിട്ട് ഞാൻ യോഗ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴാന്ന് വിചാരിക്കുക, പ്രസവത്തിന് ശേഷമാണെന്ന് വിചാരിക്കുക. അപ്പം എനിക്ക് സിസേറിയൻ അല്ലെങ്കിൽ എനിക്കൊരു 1-ാം മാസത്തിൽ തന്നെ എനിക്ക് യോഗ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയാം. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും നല്ല യോഗകൾ ഏതൊക്കെയാണ് ഈ വയറ് പോകാൻ വേണ്ടി? വയറ് പോകാൻ എന്നുള്ളത് മാത്രമല്ലല്ലോ, നമുക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടി ലേഡീസിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതുകൊണ്ട് യോഗയായിട്ട് ബന്ധമുണ്ട്. പിന്നെ നല്ല രീതിയിൽ നമുക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റും. ഒത്തിരി പേര് അതിനെ വച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ പോകുന്നത്. ആ സമയത്ത് പ്രോപ്പറായിട്ട് ആ അമ്മയ്ക്ക് വേണ്ട ഫാമിലി സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത് ആ അമ്മയ്ക്ക് സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവുന്നു, അതൊക്കെ ഒരുവിധം ഫാമിലി സപ്പോർട്ട്. സെക്കൻഡ് തിങ് നല്ല ഡയറ്റ്, സമ്പൂർണ്ണ ആഹാരം. 3-ാമത് നമ്മൾ ഒരു 1.5 മാസം കഴിയുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന ലഘു വ്യായാമങ്ങളും അതിന്റെ കൂടെ ബ്രത്ത് വർക്കും വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരം വയറിനെ പറ്റി നമ്മൾ അധികം ചിന്തിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 15 ദിവസം ആ ലേഡിയുടെ
ഒരു ഫിസിക്കൽ ഫിറ്റ്നസ്, അതായത് അവർക്ക് എന്ത് ടൈപ്പ് ഓഫ് ഡെലിവറി ആയിരുന്നു, അല്ലെങ്കിൽ അവർക്ക് വജനൽ മസിൽസിന് അല്ലെങ്കിൽ അവിടെയൊക്കെ ഉള്ള എത്ര നമ്പർ ഓഫ് സ്റ്റിച്ചസ് ഉണ്ട്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈവൻ സെക്ഷൻ അല്ലെങ്കിൽ പോലും പല രീതിയിലുള്ള സ്റ്റിച്ചസ് അവിടെ ആവശ്യം വരുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന്റെ ഒരു സിവിയാരിറ്റി അനുസരിച്ച് ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് ഡിഫറെന്റ് ആണത്. അപ്പൊ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ടിന്റെ അടുത്ത് പോയി നമ്മളൊരു തെറാപ്പിസ്റ്റ്, അപ്പോഴാണ് നമ്മളുടെയൊക്കെ ഒരു ആവശ്യം സമൂഹത്തിന് വരുന്നത്. നമ്മളൊരു എന്താ പറയുക, സാധാരണ യോഗ ഇൻസ്ട്രക്ടറിൻ്റെ അടുത്തല്ല ആ സമയത്ത് പോകേണ്ടത്. ഇതിനെപ്പറ്റി അനാറ്റമി ഫിസിയോളജി അറിയാവുന്ന യോഗ തെറാപ്പിസ്റ്റുകളുടെ അടുത്ത് പോയാലാണ് ഈ മസിൽസിൻ്റെയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നോളജോടുകൂടി നമ്മളിത് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരാളുടെ പോലേ ആയിരിക്കില്ല മറ്റൊരാളുടെ ആരോഗ്യത്തിൻ്റെ കണ്ടീഷൻ. ഒരാൾ ഭയങ്കര പൊതുവേ ചബ്ബിയായിരിക്കും, ചില ഒരാൾ വളരെ തിന്നായിരിക്കും, വയറ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ പല ഡിപ്പെൻഡ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അതനുസരിച്ചിട്ട് വേണം നമ്മളതിനെ അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മളിങ്ങനെ പർട്ടിക്കുലർ പോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ പോയി അതെല്ലാം ചെയ്തു കഴിഞ്ഞ് പിന്നെ സ്റ്റിച്ചസിന് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ഉത്തരം പറയേണ്ടി വരും. അതായത് ഡോക്ടർ പറയുന്ന യോഗ നമുക്ക് കസ്റ്റം മെയ്ഡ് ചെയ്യാൻ പറ്റും എന്നാണ്. അങ്ങനെ യോഗയെ നമ്മൾ എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ആ വ്യക്തിയുടെ ആരോഗ്യം അനുസരിച്ചിട്ട്. ഇപ്പൊ ഒരു വ്യക്തിക്ക് ചെറുതായിട്ടൊരു ബാക്ക് പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു ഡിസ്കിന്റെ പ്രശ്നമുണ്ട്, ആ സമയത്ത് അവരോട് ഞാൻ പറയുവാണ് ഇന്നത്, അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ച് വയറു കുറയാൻ ഇത് നല്ലതാണ്, പക്ഷെ അവർക്ക് ബാക്ക് പെയിൻ ഉണ്ട്. അപ്പൊ നമ്മളത് കസ്റ്റമൈസ് ചെയ്യണ എങ്ങനെയായിരിക്കും? അവരുടെ ബാക്കിന്റെ അവിടെ ഒരു പില്ലോ വെച്ച് കൊടുത്ത് സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മളത് ചെയ്യണം. അല്ലാതെ നമുക്ക് എല്ലാവരും ഒരു 10 പേരെ ഇരുത്തി ചെയ്യിപ്പിക്കേണ്ട കാര്യമല്ല ഈ പോസ്റ്റ്പാർട്ടൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അതിനൊരു ഗ്രൂപ്പ് യോഗ ക്ലാസ് നമുക്കില്ല. ഇപ്പൊ ഡോക്ടർ സ്റ്റിച്ചസിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പൊ നമ്മൾ ഈ യോഗയിൽ അങ്ങനത്തെ വജൈനൽ എക്സസൈസസും ഉണ്ടോ? ഉണ്ട്. അപ്പൊ അതിനകത്തൊരു പർട്ടിക്കുലർ യോഗ പോസ് പറയുവാണെങ്കിൽ ക്യാറ്റ് ആൻഡ് ക്യാമൽ പോസ് എന്ന് പറയും. അതായത് അവിടെ ശരിക്കും പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ, സ്പൈൻ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് പോകുന്നതാണെങ്കിലും ശരിക്കും നമ്മൾ അതിനകത്ത് സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ നമ്മളുടെ പ്രൈവറ്റ് പാർട്ടിന്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും ആണ് ആ വ്യക്തിക്ക് അവിടെ കിട്ടുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഡെലിവറിയിൽ ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു 2ാമത്തെ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും കീഗൽസ് എക്സസൈസ് വെച്ച്, അതായത് ചിലവർക്ക് യൂറിൻ പോവും, അതായത് അവരൊന്ന് ചുമക്കുമ്പോഴത്തേക്കൊക്കെ അത് പോവാറുണ്ട്, അത് അവർക്ക് ആ ലൂസായത് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ വജനൽ മസിൽസിനെ ടൈറ്റ് ആക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോർ സ്ട്രെങ്തനിങ് എക്സസൈസും കീഗൽസ് എക്സസൈസും അതുപോലെ തന്നെ ഈ ക്യാറ്റ് ആൻഡ് ക്യാമൽ എന്നൊക്കെ പറയുന്ന ഇത് വെച്ചിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ അവരെ അവിടെ ബ്രെത്ത് വർക്കും യോഗ പോസ്റ്റേഴ്സും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മളത് ചെയ്യിപ്പിക്കും. അത് ഭയങ്കര എഫക്റ്റീവാണ്. അങ്ങനെയാണ് നമ്മൾ അതിനെ ടാക്കിൾ ചെയ്യുന്നത്. ഡോക്ടർ, വജൈനൽ കോൺട്രാക്ഷൻസിന് നമുക്ക് യോഗയിലൂടെ അത് നമുക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ശരിയാണോ? അപ്പോൾ ഈ ചോദിച്ചതിന് ഞാനൊരു ഉദാഹരണം പറയാം. അതായത് നടന്ന കാര്യമാണ്. അതായത് ഗൾഫ് രാജ്യത്ത് ഒരു സ്ത്രീയെ ഒരു റേപ്പ് ഇതായിട്ട് ഒരു 5-6 ആണുങ്ങൾ ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയും റേപ്പ് ചെയ്യാനായിട്ട്. ഈ പെൺകുട്ടി ഒരു യോഗ ഇൻസ്ട്രക്ടറായിരുന്നു. അപ്പോൾ ഈ 5 ആണുങ്ങൾ വിചാരിച്ചിട്ടും ഈ കുട്ടിയെ റേപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. സോ അവിടെ പോസിബിൾ ആയത് എന്താണെന്ന് ഇപ്പോൾ രേണുവിന് മനസ്സിലായല്ലോ. അതായത് ഇതിനകത്ത് യോഗയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ് കോൺട്രാക്ഷനും റിലാക്സേഷൻ ഓഫ് വജൈനൽ മസിൽസ് നമ്മളുടെ കൺട്രോളിൽ നിർത്താൻ പറ്റും എന്നുള്ളത്. അപ്പൊ അത് നമ്മളുടെ എല്ലാ അവയവങ്ങളെയും നമ്മളുടെ മാസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. അപ്പൊ ഇത് പോസ്റ്റ്പാർട്ടമായിട്ട് ബന്ധപ്പെട്ട് ആണോന്ന് ചോദിച്ചാൽ ആണ്. കാരണം എന്ന് വെച്ചാൽ ആ നഷ്ടപ്പെട്ടു പോയതിനെ നമുക്ക് വീണ്ടെടുക്കാൻ അവരുടെ മൈൻഡ് പവറും ഈ അതിൻ്റെ കൂടെയുള്ള പ്രാക്ടീസും അവരെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു സ്ത്രീക്ക് അത് ബ്രൗസ് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. 5 ആണുങ്ങൾ വിചാരിച്ചിട്ട് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അവരെ എത്ര കൺട്രോൾ അവർക്ക് അത് ഉണ്ടാവണം എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ, എനിക്ക് പെട്ടെന്ന് ഉത്തരങ്ങൾ തരണം. യോഗ വെയിറ്റ് ലൂസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗമാണ് എന്ന് പറയുന്നത് ശരിയാണോ? ഡയറ്റും യോഗയും കൂടെ ചെയ്താൽ ബെസ്റ്റ് മാർഗമാണ്. ഓരോ ആളുകൾക്ക് ഓരോ തരം യോഗയാണ് കസ്റ്റമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശരിയാണോ? അതെ, ഓരോ പ്രായത്തിനനുസരിച്ചും അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചും മാറി മാറി ചെയ്താലാണ് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. യോഗ എന്ന് പറയുന്നത് കുറച്ച് ആസനാസ് മാത്രമാണ്, കുറച്ച് പോസ്റ്റേഴ്സ് മാത്രമാണ് എന്ന് പറയുമ്പോൾ അല്ല, ഒട്ടുമല്ല. നമ്മൾക്ക് ബ്രെത്ത് വർക്കും അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും യോഗ പോസ്റ്റേഴ്സും കൂടെ കൂടിയാൽ മാത്രമേ അതൊരു യോഗയാവുള്ളൂ. ആർക്കും ആരെയും യോഗ പഠിപ്പിക്കാം, ആർക്കും എവിടുന്നും യോഗ പഠിക്കാം, ഏതെങ്കിലും ഓൺലൈൻ ക്ലാസ്സിൽ വെറുതെ ജോയിൻ ചെയ്താൽ മതി എന്ന് പറയുന്നത് ശരിയാണ്? തീർത്തും തെറ്റാണ്.
കാരണം ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് നിന്ന് മാത്രം നമ്മളുടെ കണ്ടീഷൻ അനുസരിച്ച്, നമ്മളുടെ അവസ്ഥയ്ക്കനുസരിച്ച്, നമ്മൾ എത്ര ഫ്ലെക്സിബിൾ ആണെന്ന് അനുസരിച്ചിട്ട് നമ്മൾ ഒരു ഗുരുമുഖത്തു നിന്ന് പഠിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പിലാറ്റെ പഠിക്കുന്നവൻ യോഗ പഠിക്കണ്ട എന്ന് പറയുന്നത് ശരിയാണ്? യോഗ വേറെ, പിലാറ്റിസ് വേറെ. കോർ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ നമ്മളൊരു മോഡൽ ആവാനും കൂടി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് യോഗയും പിലാറ്റിസിന്റെ കോമ്പിനേഷൻ നല്ലതാണ്. അല്ലെങ്കിൽ തികച്ചും മെന്റൽ ഹെൽത്ത് ആണ് യോഗ പ്രദാനം ചെയ്യുന്ന മറ്റൊന്ന്, അത് പിലാറ്റിസിൽ നമുക്ക് കിട്ടണമെന്നില്ല. യോഗ ചെയ്യുന്നതിന് മുന്നേ കഴിക്കേണ്ട ഭക്ഷണം? യോഗ ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥമായ കാര്യം. അതിനകത്ത് വെറും വയറ്റിലാണ് യോഗ ചെയ്യേണ്ടത്. യോഗ ചെയ്യുന്നതിന് എത്ര മണിക്കൂർ മുന്നേ ഭക്ഷണം കഴിക്കാം? അങ്ങനെയാണെങ്കിൽ വൈകുന്നേര സമയങ്ങളിലാണെങ്കിൽ ഒരു 4 മണിക്കാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്, 6 മണിക്ക് നമുക്ക് യോഗ ചെയ്യാം. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് മാത്രമാണ് അവിടെ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത്. ഏറ്റവും യോഗ ചെയ്യാൻ നല്ല സമയം ഏതാണ്? ഏറ്റവും നല്ലത് സൂര്യ അസ്തമയവും സൂര്യ ഉദയം എന്നാണ് നമ്മൾ പണ്ട് മുതൽക്ക് പറഞ്ഞു വരുന്നതെങ്കിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് വെറും വയറ്റിൽ ചെയ്യുക, നട്ടുച്ചയ്ക്ക് ചെയ്യാതിരിക്കുക. യോഗ ചെയ്തു കഴിഞ്ഞാൽ അരമണിക്കൂർ കുളിക്കരുത് എന്ന് പറയുന്നത് ശരിയാണോ? കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പം യോഗയുടെ ശരിക്കും അവസ്ഥയെ എൻജോയ് ചെയ്ത് കുറച്ചേരം റിലാക്സ് ആയിട്ട് കുളിക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അതിനകത്ത് വേറെ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ അവിടെ വരുന്നില്ല. അതിൻ്റെ കോൺസെൻട്രേഷൻ ആണ് മാറിപ്പോകുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ കോൺസെൻട്രേഷൻ മാറിപ്പോവാതിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. യോഗ ചെയ്യുന്നതിനിടയിൽ വെള്ളം കുടിച്ചാൽ കുഴപ്പമുണ്ടോ? അധികമായിട്ട് വെള്ളം കുടിക്കുക, നമ്മളുടെ മൗത്ത് ഡ്രൈ ആവുമ്പോൾ നമ്മളൊന്ന് സിപ്പ് ചെയ്യില്ലേ, അങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ അമിതമായി കഴിഞ്ഞാൽ നമുക്ക് ചില ട്വിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ വെള്ളം ചിലപ്പോൾ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. യോഗ കഴിഞ്ഞ് എത്ര നേരം കഴിഞ്ഞ് ഹെവി ഭക്ഷണം കഴിക്കാം? ഹെവി ഭക്ഷണം ശരിക്കും പറഞ്ഞാൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാം. അരമണിക്കൂർ കഴിഞ്ഞാലും നമുക്കൊരു ലൈറ്റായിട്ടുള്ള ഫ്രൂട്ട് കഴിക്കാം. 1 മണിക്കൂർ കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ളൊരു ഭക്ഷണം കഴിക്കാം. നേരത്തെ പറഞ്ഞ ബിരിയാണി ആണെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും നല്ലത്. എത്ര ഓഫൺ ആയിട്ട് ഒരാഴ്ചയിൽ നമ്മൾ യോഗ ചെയ്യണം? ഞാൻ പറയുവാണെങ്കിൽ ആഴ്ചയിൽ 4 ദിവസമെങ്കിലും നമ്മൾ യോഗ ചെയ്യുന്നത് ഏറ്റവും അത്യുത്തമം. പക്ഷെ നമുക്കൊരു 6 ദിവസം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആണ്. സൂര്യ നമസ്കാരം എത്ര തവണ ചെയ്താലാണ് നല്ലത്? ശരിക്കും പറഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിൾസ് ആണ് സൂര്യ നമസ്കാരത്തിന് തിരഞ്ഞെടുക്കുന്നത്. 3, 6, 9, 12, 24 എന്നുള്ള രീതിയിലാണ് സൂര്യ നമസ്കാരത്തിന് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഹെൽത്തിന് വേണ്ടി അഡ്വൈസ് ചെയ്യുന്നത് 6ഉം 9ഉം ആണ്. വേറൊരു യോഗ ചെയ്തില്ലെങ്കിലും എക്സസൈസ് ചെയ്തില്ലെങ്കിലും 101 തവണ സൂര്യ നമസ്കാരം ചെയ്താൽ എല്ലാത്തിൻ്റെയും ഫലം കിട്ടും എന്ന് പറയുന്നത് ശരിയാണോ? ശരിയല്ല. ഞാൻ ആ ഒരു കാര്യത്തിൽ ഒരു ഹൈപ്പർ ആക്റ്റീവ് മോഡിലേക്ക് പോവാതെ നമ്മൾ എല്ലാ കാര്യത്തിനും അമിതമായാൽ അമൃതും വിഷം. അപ്പൊ പാകത്തിന് ചെയ്താൽ ഒന്നുമില്ല, ഒരു 12 തവണ ചെയ്താൽ വൃത്തിയായിട്ട് ചെയ്താൽ അത് മതി. സൂര്യമസ്കാരം മാത്രം പോരാ, ബ്രത്ത് വർക്ക് ചെയ്ത് അവസാനം നമുക്ക് റിലാക്സേഷൻ ടെക്നിക്കും കൊണ്ട് ചെയ്യാതെ ഒരു വ്യക്തിയും നമ്മുടെ യോഗ മാറ്റ് വിട്ടു പോകരുത് എന്നുള്ളതാണ് അതിൻ്റെ ചിട്ട. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് യോഗ ചെയ്യാൻ സാധിക്കുമോ? ഡെഫിനറ്റ്ലി. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഇത് ഫോക്കസ് ചെയ്യുന്ന തന്നെ അൺഹെൽത്തി ക്രൗഡിനെയാണ്. അവർക്ക് ഇരുന്നു കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും സ്ട്രെച്ചസ് ചെയ്യും. ഏത് അവസ്ഥയ്ക്കും അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഡോക്ടർ, നമ്മൾ ദേഷ്യം വരികയാണെങ്കിൽ 1 മുതൽ 10 വരെ എണ്ണുക, അല്ലെ 10 നിന്ന് 1 വരെ എണ്ണുക, ഇങ്ങനെ പലതവണ എണ്ണുന്ന ആൾക്കാരുണ്ട്. അപ്പൊ യോഗ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് നിയന്ത്രണം ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവില്ല എന്ന് പറയും. പക്ഷെ അങ്ങനെ ദേഷ്യം ഉണ്ടാവാതിരിക്കാനായിട്ട് എത്ര കാലത്തെ യോഗ പ്രാക്ടീസ് വേണം? ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്കൊരു ആങ്സൈറ്റിയും പാനിക് അറ്റാക്കും ഉണ്ടാവുമ്പോഴേ ഓടിപ്പോയി ചെയ്യാവുന്ന സാധനമല്ല യോഗ എന്ന് പറയുന്നത്. അത് നമ്മൾ വിത്ത് പ്രാക്ടീസ് ആർജിക്കേണ്ട ഒന്നാണെന്ന് പറയുമല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു 3 മാസം ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോഴാണ് ആ വ്യക്തിക്ക് ആളുടെ ഒരു കാര്യത്തിനെ റിയാക്ട് ചെയ്ത്, ഫോർ എക്സാമ്പിൾ രേണുവിൻ്റെ ഹസ്ബൻഡിനോടുള്ള റിയാക്ഷൻ, രേണു 3 മാസം മുമ്പ് ആ സാധനം അവിടെ എടുത്തെടുത്ത് വയ്ക്കാത്തത് കൊണ്ട് ചീത്ത പറഞ്ഞത് പോലെ ആയിരിക്കില്ല 3 മാസം കഴിഞ്ഞിട്ട് പറയുന്നു. മനസ്സിലായോ? ആ രൂക്ഷഭാവം കുറയും. അത് അവിടെ വയ്ക്കായിരുന്നില്ലേ എന്ന് മാത്രമായിരിക്കും ചിലപ്പോ ചോദിക്കുക യോഗ ചെയ്താൽ. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് കുറച്ചും കൂടി ഗ്രൗണ്ടഡ് ആവും. കാരണം വെച്ചാൽ നമ്മളുമായിട്ട് കണക്ട് ആവുന്നത് കൊണ്ടാണ്. നമ്മൾ ഇൻസൈഡുമായിട്ട് കണക്ട് ആവാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ തലയിൽ വെച്ച് പോകുന്നത് കൊണ്ടാണ് നമ്മൾ പറയില്ല ഒമിറ്റ് ചെയ്ത് കളയുകയാണ്. അതേസമയം നമ്മളൊന്ന് ഉള്ളിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ കുറച്ച് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങും. ഡോക്ടർ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നിന്ന് തന്നെ ഞാൻ പറയാം. ഇപ്പൊ ഞാൻ 3 മാസം മുന്നേ പറഞ്ഞ കാര്യം പിന്നെ 3 മാസം കഴിഞ്ഞ് ചെയ്താൽ, എക്സാമ്പിൾ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ മനുഷ്യ എന്നതിന് പകരം
എന്താ നിങ്ങൾ അങ്ങനെ ആ. എന്ന് ഞാൻ ഇത്ര ചോദിക്കും. സോഫ്റ്റ് ആയില്ലെങ്കിലും അതങ്ങനെ കുറച്ചും കൂടി ആ ഒരു നാഗവല്ലി ഫോം എന്നുള്ളത് നമുക്കൊന്ന് കുറച്ചും കൂടെ സട്ടിലായിട്ട് നാഗവല്ലിയുടെയും ഗംഗയുടെയും നടുക്കോട്ട് എത്തിക്കാൻ സാധിക്കാൻ പറ്റും. അത് തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ദേഷ്യത്തിനൊരു മാറ്റം വരുമെങ്കിൽ തന്നെ. കാരണം ഈ ദേഷ്യം എന്നുള്ളത് ഞാൻ എൻ്റെ തന്നെ എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ചെറുപ്പത്തിൽ എൻ്റെ അമ്മ പറയുമായിരുന്നു, ഞാൻ എല്ലാ കാര്യത്തിലും വളരെ സെൻസിറ്റീവും പെട്ടെന്ന് തന്നെ ദേഷ്യം വരും അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ 5.5 വർഷത്തെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി കാര്യങ്ങളിൽ ഭയങ്കര ഉപദേശവും അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു രീതിയിലേക്ക് ആ ഒരു മൂഡിലേക്കായി. അപ്പൊ എന്ന് പറഞ്ഞാൽ പിന്നെ മെയിനായിട്ട് അവർ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ എൻ്റെ നട്ടെല്ല് നേരെയായതാണ്. കുറച്ചൊരു ഹഞ്ചിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ 5.5 വർഷത്തെ ബിരുദമൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും നമ്മളൊരു സ്ട്രെയിറ്റ് സ്പൈനും അതുപോലെ തന്നെ കുറച്ചൊരു ഗ്രൗണ്ടഡ് സ്വഭാവത്തിലുള്ള വ്യത്യാസം എന്നുള്ളത് നാട്ടുകാരും വീട്ടുകാരും പറയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. മനസ്സിലായോ? അപ്പൊ അത് ആർജിച്ചത് എന്തുകൊണ്ടായിരിക്കും? അപ്പൊ 5.5 വർഷം എന്നുള്ളത് ഞാൻ പറയുന്ന ഒരു വലിയ ഡ്യൂറേഷൻ. ഞാൻ പറഞ്ഞത് നേരത്തെ വെള്ളം, മൂക്കില് ത്രെഡ്, ഇതൊക്കെ എന്ന് പറയുമ്പോൾ കുറെ കഷ്ടപ്പാടുകളുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മളൊന്ന് കുറച്ച് പദം വരും. നമുക്ക് ഈ യോഗയിലൂടെയും പ്രാണായാമത്തിലേക്ക് ചെയ്യുന്നതിലൂടെ നമുക്കൊന്ന് പദം വരും എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ശരീരം മെലിഞ്ഞ് വളരെ ചെറുതായി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലും സ്കിൻ തിളങ്ങിയില്ലെങ്കിലും പദം വന്നാലും മതി, വലിയൊരു മാറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ ഇന്ന് പിരിയുകയാണ്. ഇനിയും തിരികെ എത്തും. താങ്ക് യു ഡോക്ടർ.